മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദ ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖം പ്രതിപക്ഷം ആയുധമാക്കിയതോടെ സിപിഎം പ്രതിരോധത്തിൽ. മലപ്പുറത്തിനെതിരായ പരാമർശങ്ങൾക്കെതിരെ പ്രതിപക്ഷവും PV അൻവറും അതിരൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ പരാമർശം സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനും ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനുമാണെന്നാണ് പ്രധാന വിമർശനം. എന്നാൽ അഭിമുഖത്തിലെ പരാമർശം വളച്ചൊടിച്ചുവെന്നും മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിക്കുള്ള സ്ഥാനമില്ലാതാക്കാൻ ഗൂഢശ്രമം നടക്കുന്നുവെന്നും CPM മറുപടി പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾക്ക് പിന്നിൽ CPMന്റെ നയമാറ്റമാണ് എന്ന വിലയിരുത്തലും യുദ്ധപ്രഖ്യാപനം നടത്തിയ PV അൻവറിന് മറുപടി എന്നോണമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ദ ഹിന്ദു ദിനപത്രത്തിന് അഭിമുഖം നൽകിയത്. സ്വർണ്ണക്കടത്ത് കേസുകളിൽ സർക്കാർ എടുത്ത നടപടികൾ വിശദീകരിച്ച മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണവും പണവും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ നടത്തിയ പരാമർശമാണ് വൻ വിവാദങ്ങൾക്കിടവച്ചത്. മുസ്ലിം ലീഗും കോൺഗ്രസും രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രിയെ വിമർശിച്ചത്. RSS ബാന്ധവം പുറത്തായതിന്റെ ജാള്യത മറയ്ക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന ആവശ്യവും പ്രതിപക്ഷം ഉന്നയിക്കുന്നു. തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇവിടെ കൊച്ചിയിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നില്ലേ? മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ചും ആക്ഷേപിക്കത്തക്ക തരത്തിൽ അദ്ദേഹം ഈ പ്രസ്താവന കൊടുത്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് പിൻവലിച്ച് കേരളത്തോട് മാപ്പ് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. മുഖ്യമന്ത്രിക്കെതിരെ തുറന്നു പോര് പ്രഖ്യാപിച്ച PV അൻവറും മലപ്പുറം പരാമർശം ആയുധമാക്കുകയാണ്. മാറുന്ന CPMന്റെ മുഖമല്ല, മാറുന്ന പിണറായിയുടെ തെളിവെന്നായിരുന്നു അൻവറിന്റെ വിമർശനം. അഭിമുഖത്തിലെ പരാമർശം ചർച്ചയായതോടെ മുഖ്യമന്ത്രിയെ പ്രതിരോധിച്ച് മന്ത്രിമാരും നേതാക്കളും രംഗത്തു വന്നു. പരാമർശം വളച്ചൊടിച്ചുവെന്നും UDFും UDFന്റെ സ്ലീപ്പിംഗ് പാർട്ണറായി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമാണ് പ്രചരണങ്ങൾക്ക് പിന്നിലുമെന്നാണ് CPMന്റെ പ്രതിരോധം. മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിക്കുള്ള സ്ഥാനമില്ലാതാക്കാൻ ബോധപൂർവം ശ്രമം നടക്കുന്നതായും CPM വിലയിരുത്തുന്നു. അതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ്. ഒന്ന്, മുഖ്യമന്ത്രി ദ ഹിന്ദു ദിനപത്രത്തിനാണ് അഭിമുഖം നൽകിയിട്ടുള്ളത്, വിഷ്വൽ മീഡിയക്കല്ല. മുഖ്യമന്ത്രി എന്തു പറഞ്ഞു എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ പ്രശ്നങ്ങളിലും ശക്തമായിട്ടുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചതും. 4 പ്രധാനപ്പെട്ട ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 തലത്തിലുള്ള അന്വേഷണം, ഒന്ന് വിജിലൻസ് DGP, മറ്റൊന്ന് DGP അന്വേഷിക്കുകയാണ്. പ്രതിപക്ഷം മാത്രമല്ല, സമസ്ത അടക്കമുള്ള സംഘടനകളും മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ രംഗത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിശദീകരണം നൽകാൻ മുഖ്യമന്ത്രി നിർബന്ധിതനായേക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്വർണ്ണക്കടത്ത് നടത്തുന്നുവെന്ന അറിവുണ്ടെങ്കിൽ അക്കാര്യത്തിൽ എന്ത് നടപടിയാണ് എടുത്തതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് ഗവർണർ. ഇത് വളരെ ഗുരുതരമായ വിഷയമാണ്. രാഷ്ട്രീയ വിഷയം വരുമ്പോഴാണോ ഇത്രയും ഗുരുതരമായ വിഷയത്തെക്കുറിച്ച് പറയേണ്ടത്? തിരുവനന്തപുരത്തെത്തിയാൽ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. This is a serious thing, very serious. Who will take the? I'm asking you, who will take the action? I do not have this access to this information. Chief Minister has this access to this information. Why no? He should come forward and tell us what action has been taken by the government against the gold smugglers who are indulged in anti-national activities. He is holding the reins of power. He can't behave. He can't just talk to the press and take no action. Why action is not being taken? And whose fault it is if action has not been taken? ഇതിനിടെ കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ കരിങ്കൊടി ഉണ്ടായി. കോടിയേരിയിലേക്കുള്ള യാത്രക്കിടെ കോൾടെക്സ് ജംഗ്ഷനിലാണ് പ്രതിഷേധമുണ്ടായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത്. പാർട്ടിക്കെതിരെ തുറന്ന പോര് പ്രഖ്യാപിച്ച PV അൻവറിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി SDPI കൂട്ടുകെട്ടെന്ന് CPM. ലീഗും കോൺഗ്രസും ഇതിനൊപ്പമുണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾക്ക് ശക്തിയുണ്ടെന്ന് CPM അംഗീകരിച്ചു എന്നായിരുന്നു അൻവറിന്റെ മറുചോദ്യം.
അൻവർ അതിനുശേഷം പൊതുയോഗം നടത്തി. ആ പൊതുയോഗം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാതിന്റെ പിന്നിൽ. രണ്ട് പ്രബലമായ വിഭാഗമാണ് അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ജനവിഭാഗം എന്ന് പറയുന്നത്. ഒന്ന് SDPI ആണ്, മലപ്പുറത്ത് അതിന് ക്ഷാമമില്ലല്ലോ. മറ്റൊന്ന് ജമാഅത്ത് ഇസ്ലാമിയാണ്, അതിൻ്റെ ഒപ്പം ലീഗ്, കോൺഗ്രസ്. അതിൻ്റെ വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമേ, 10-30 ആളുകൾ മാത്രമാണ് പാർട്ടിയായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ ഉണ്ടായത്. 2000-ലധികം ആളെ കാണിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് വമ്പിച്ച ഒഴുക്കാണ് എന്ന് പറയാനാണ് അവർ ആദ്യം ശ്രമിച്ചതെങ്കിലും ഓരോരുത്തരുടെയും കയ്യിലേക്ക് കൊണ്ടുപോയി കയ്യിൽ വെച്ച് അവരോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ ഓരോരുത്തരും പറയാൻ തുടങ്ങിയതൊന്നും കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിലല്ല. പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം 5 കൊല്ലം മുമ്പ് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പോയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ഒരാളായിരുന്നു. ഞങ്ങളിതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. വേറൊരു DYFIക്കാരുണ്ട്, അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പും ഇല്ല, ഇപ്പോൾ സംഘടനാ രംഗത്തുമില്ല. ബാക്കി മുഴുവൻ പറഞ്ഞത് നിങ്ങൾക്കറിയുന്നത് പോലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന വിഭാഗമാണ്. പിന്നെ ജമാഅത്ത് ഇസ്ലാമും SDPIയും അവർ പേര് വെളിപ്പെടുത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ പിന്തുണയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ സൂചന എന്താ? രണ്ട് ഭാഗങ്ങളുണ്ട് കേരളത്തിൽ. ഒന്ന് ഹിന്ദു വർഗീയതയാണ്, ഭൂരിപക്ഷ വർഗീയത. ഏറ്റവും ആദ്യം എതിർക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു തന്നെ, സംശയമില്ല. പൊതുയോഗം സംഘടിപ്പിച്ച് നേതൃത്വത്തിനെതിരെ വിമർശനമുന്നയിക്കുന്ന അൻവറിന്റെ നീക്കങ്ങൾക്കെതിരെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ഒരുങ്ങുകയാണ് CPM. അൻവർ പൊതുയോഗം സംഘടിപ്പിച്ച നിലമ്പൂർ ചന്തക്കുന്നിൽ ഈ മാസം 7 നടക്കുന്ന റാലി പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. CV അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, അൻവറിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കുക, അതിപ്പോൾ നമുക്കറിയാം ഒരു പ്രതിപക്ഷ MLA ഉന്നയിക്കാത്ത തരത്തിൽ, ഒരുപക്ഷെ പ്രതിപക്ഷത്തിലെ പ്രധാന നേതാക്കൾ പോലും ഉന്നയിക്കാത്ത തരത്തിലുള്ള വിവിധ കാര്യങ്ങളാണ് അൻവർ പുറത്തുവിടുന്നത്. ഏറ്റവും ഒടുവിൽ P. ശശിക്കെതിരെ സ്ത്രീ പീഡന ആരോപണം വരെ ഉന്നയിക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. അവിടെയാണ് CPM ഇത് വിശദീകരിക്കാൻ ഒരുങ്ങുന്നത്. അണികളെ പറഞ്ഞ് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്ത് തരത്തിലുള്ള നീക്കമാണ് പാർട്ടി തലത്തിൽ നടക്കുന്നത്? രഞ്ജിത്ത്, നമുക്കറിയാം CPM PV അൻവറിന്റെ വെളിപ്പെടുത്തലുകളിൽ വലിയ പ്രതിരോധത്തിലാണ് മലപ്പുറം ജില്ലയിൽ, പ്രത്യേകിച്ച് നിലമ്പൂരിൽ ഉള്ളത്. ഓരോ ദിവസവും അദ്ദേഹം ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. മാത്രമല്ല, അദ്ദേഹം പറയുന്നതിൽ ചില വസ്തുതകളുണ്ടെന്ന് കുറച്ചെങ്കിലും പേർ കരുതുന്നു. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് പാർട്ടിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിട്ട് ഇപ്പോഴുള്ളത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിലമ്പൂർ എടക്കര ഏരിയ കമ്മിറ്റികൾ സംയുക്തമായിട്ടാണ് ഇപ്പോൾ PV അൻവറിനെതിരെ രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചിരിക്കുന്നത്. 7-ാം തീയതി വൈകുന്നേരം ചന്തക്കുന്നിൽ വെച്ച് PV അംഗ A. വിജയരാഘവനാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. PV അൻവർ MLA ഉന്നയിക്കുന്ന ആരോപണങ്ങളിലെ വസ്തുത അത് ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുക, പാർട്ടി എടുത്ത നടപടികൾ, എന്തുകൊണ്ട് അൻവർ ഈ സമീപനം സ്വീകരിക്കുന്നു തുടങ്ങി വിവിധ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം പാർട്ടിയുടെ ഒരു ശക്തി പ്രകടനം കൂടിയാക്കി ഈ ഒരു സമ്മേളനത്തെ മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 3000-ലധികം പേരെ പങ്കെടുപ്പിക്കാൻ, അതും പാർട്ടി പ്രവർത്തകരെ മാത്രം പങ്കെടുപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഈ ഒരു സംഘാടകർ ഇതിന്റെ പിന്നിൽ പങ്കുവച്ചിരിക്കുന്നത്. അതായത് പാർട്ടി ഒരു തരത്തിലും ഇതിൽ വിട്ടുവീഴ്ചയ്ക്കില്ല, പാർട്ടി മുന്നോട്ട് തന്നെ പോകും. പാർട്ടി മലപ്പുറം ജില്ലയിൽ എടുക്കുന്ന സ്വതന്ത്ര പരീക്ഷണങ്ങൾ ചിലതൊക്കെ ഇത്തരത്തിലാകുമെങ്കിൽ പോലും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അൻവർ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. അൻവറിന് പിന്നിലുള്ളത് നേരത്തെ MV ഗോവിന്ദൻ മാസ്റ്ററൊക്കെ ആരോപിച്ചതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും SDPയും പോലെയുള്ള സംഘടനകളാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ സംബന്ധിച്ച് ഇത് ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഇത് പാർട്ടി അണികളെ ബോധ്യപ്പെടുത്തുക, അൻവറിന്റെ പരാതി, പാർട്ടി എടുത്ത നടപടികൾ, അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങളിലെ നിയമപരമായ സാഹചര്യങ്ങൾ, ഇതൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഒപ്പം തന്നെ പാർട്ടിയുടെ കരുത്ത് ചോർന്നു പോയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുക. ഈ ഉദ്ദേശം തന്നെയാണ് അൻവറിനെതിരെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കുവാൻ പാർട്ടി നേതൃത്വത്തെ ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അതേസമയം അൻവർ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങൾ, കൂടുതൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന, നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തുന്ന തരത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള വാക്കുകളുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ പാലോളി മുഹമ്മദ് കുട്ടിയെ പോലുള്ള മുതിർന്ന നേതാക്കൾ തന്നെ ഈ ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അൻവറിന്റെ മുന്നിൽ ജമാഅത്തെ ഇസ്ലാമി SDPയുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ കരുത്താണോ ഇതെന്ന് ആളുകൾ അവർക്ക് നിന്ന് പാർട്ടി സമ്മതിക്കുകയാണെന്ന ചോദ്യമാണ് അൻവർ ഉന്നയിച്ചത്. തനിക്ക് ഒപ്പം എല്ലാ മേഖലയിൽ നിന്നുള്ളവരുണ്ടെന്നും എല്ലാ പാർട്ടിക്കാരുണ്ടെന്നും അദ്ദേഹം പറയുന്നു. പാർട്ടിക്കാരും തനിക്കൊപ്പം വരുമെന്നും അദ്ദേഹം പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹം മുൻപ് ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ ഒരു തെളിവ് കൂടി പുറത്തുവിട്ടിരുന്നു.
പി ശശിക്കെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചു. അതിൽ അതീവ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് പി ശശിക്കെതിരെ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ ഇടപാടുകാരിൽ പണം വാങ്ങുന്നു, അതുപോലെ തന്നെ പരാതി നൽകുന്ന സ്ത്രീകളെ നമ്പർ വാങ്ങിച്ച് അവരെ ശല്യം ചെയ്യുന്നു തുടങ്ങിയ തരത്തിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പി ശശിക്കെതിരെ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലുള്ളത്. ഇതെല്ലാം തന്നെ വെളിപ്പെടുത്തുന്ന തരത്തിലായിരിക്കും അൻവറിന്റെ അടുത്ത നീക്കമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും അൻവർ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം മുൻപ് നിശ്ചയിച്ച പൊതുയോഗങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. അത് അടുത്ത ദിവസം 2 ദിവസം മാറ്റിവെച്ചിട്ടുള്ളത്. അടുത്ത ദിവസം തന്നെ ഇതിന്റെ തീയതി പ്രഖ്യാപിച്ച് ഈ ഞായറാഴ്ചയ്ക്കുള്ളിൽ ഇവ പൂർത്തിയാക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്താണെങ്കിലും പാർട്ടിയുടെ നയം അല്ല, പിണറായിയുടെ നയമാണ് മലപ്പുറത്ത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. പാർട്ടി ഇങ്ങനെയല്ല, പക്ഷെ പിണറായി ഇത്തരത്തിലായി കഴിഞ്ഞു എന്ന ഒരു വലിയ ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. RSSന് വേണ്ടി പിണറായിയുടെ വാക്കുകൾ ഉപയോഗിക്കപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി അത്തരത്തിലൊരു അഭിമുഖം ഡൽഹിയിൽ വെച്ച് തന്നെ ഒരു ഹിന്ദു, അതായത് ഇംഗ്ലീഷ് ദിനപത്രമായ ഹിന്ദുവിന് നൽകിയിരിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. ഇത് RSSനെ പ്രീണിപ്പിക്കാനാണ്, കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണെന്ന വലിയ ആരോപണവും PV അൻവർ ഉന്നയിക്കുന്നുണ്ട്. എന്നാണെങ്കിലും അൻവറിന്റെ ആരോപണങ്ങളെ അതേ നാണയത്തിൽ പ്രതിരോധിക്കാനൊരുങ്ങുകയാണ് മലപ്പുറത്തെ CPM-ഉം. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും വലിയ തോതിലുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങൾ മലപ്പുറത്തുണ്ടാകുന്നു. PV അൻവറിനെ പ്രതിരോധിക്കാൻ CPM ഇറങ്ങുന്നു. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടത് CPM-നെ പ്രതിരോധത്തിലാക്കുന്നു. അത് വിശദീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നേതാക്കളെല്ലാം എന്നാണ് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ PV അൻവർ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ പരാതിയിൽ ഗുരുതര ആരോപണങ്ങൾ. P ശശി കമ്മീഷൻ വാങ്ങുന്നുവെന്നാണ് ഒരാരോപണം. കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ ശശി കക്ഷി ചേരുന്നു. ഒരു കക്ഷിക്കൊപ്പം നിന്ന് ലക്ഷങ്ങൾ പാരിതോഷികം വാങ്ങുന്നു. ചില തർക്കങ്ങളിൽ ഇടനിലക്കാരനായി കമ്മീഷൻ കൈപ്പറ്റുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാനെത്തുന്ന സ്ത്രീകളുടെ നമ്പർ വാങ്ങുന്നു. ഇവരോട് ശൃംഗാരഭാവത്തിൽ സംസാരിക്കുന്നു. ശശിയുടെ ഫോൺ കോൾ എടുക്കാതായ സ്ത്രീകളെ അറിയാമെന്നും അൻവർ പരാതിയിൽ പറയുന്നു. പരാതിയുടെ പകർപ്പ് അൻവർ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടു. DG സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സജിത്ത്, അതീവ ഗൗരവതരമായ ആരോപണങ്ങളാണ് എങ്കിൽ പോലും അതിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ശശിയുടെ പുതിയ നീക്കം, അൻവറിന്റെ നീക്കത്തിൽ ഏറ്റവും ശ്രദ്ധേയമാവുന്ന ഏറ്റവും ഒടുക്കത്തെ നീക്കമാണ് ഈ ഒടുവിലായി പുറത്തുവരുന്ന നീക്കമാണ് P ശശിക്കെതിരായി നൽകിയ പരാതി അത് പുറത്തുവിട്ടുകൊണ്ടുള്ള നീക്കം. ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഇതിൽ ഗൗരവമാവുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ മുമ്പെങ്ങും ഉണ്ടാവാത്ത തരത്തിലുള്ള ആരോപണമാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. 2 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്ന പരാതികളിലും ആക്ഷേപങ്ങളിലും ഇടനിലക്കാരനായി നിന്ന് കമ്മീഷൻ പറ്റുന്നു എന്ന ആക്ഷേപമുണ്ട്. ഇത്തരം ചില കേസുകളിൽ അദ്ദേഹം മധ്യവർത്തിയായി നിന്ന് കമ്മീഷൻ പറ്റിയിട്ടുണ്ട് എന്ന കാര്യം ഈ അൻവർ ഉന്നയിക്കുന്നു. മറ്റൊരു കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിക്കാരെത്തുന്ന സ്ത്രീകളുടെ നമ്പർ വാങ്ങി ഇവരെ നിരന്തരം ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്നു എന്ന ആക്ഷേപമാണ്. ഇത്തരം ശല്യം ചെയ്യുന്ന യുവതി ഇതേ തുടർന്ന് ഈ P ശശിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഫോൺ പോലും എടുക്കാതായ സാഹചര്യം തനിക്കറിയാം. P ശശിയെ നിലനിർത്തി കൊണ്ടുപോകുന്നത് പാർട്ടിക്ക് ഒരു കാലത്തും ഉണ്ടാവാത്ത തരത്തിലുള്ള നാണക്കേടും മാനക്കേടും ഉണ്ടാക്കുമെന്നതൊക്കെ ഈ അൻവർ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗുരുതരമായ ആക്ഷേപമാണ് P ശശിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്. കാരണം P ശശി മുമ്പ് എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് CPM-ൽ നിന്ന് പുറത്തുപോയോ അതിന് സമാനമായ ഒരു കാരണം ഇക്കാര്യത്തിൽ വീണ്ടും ഉന്നയിക്കപ്പെടുന്നു എന്നതാണ് ഒരു പശ്ചാത്തലം. മറ്റൊന്ന്, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിക്കുന്നു എന്നത് ഒരു രാഷ്ട്രീയ ആരോപണത്തിനപ്പുറത്തേക്ക് അതിന് മൂർച്ചയുള്ളതാണ്. അത് സ്വാഭാവികമായും പ്രതിപക്ഷം ആ തരത്തിൽ ഏറ്റെടുത്താൽ അത് വലിയ ചർച്ചയാവും. എന്തായാലും അൻവറിന്റെ പരാതിയിൽ രേഖാമൂലം ഉന്നയിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ അങ്ങേയറ്റം പ്രത്യാഘാതമുണ്ടാക്കുന്നതാണ്. നേരത്തെ ഇത്തരത്തിലുള്ള P ശശിക്കെതിരായ സമാന സ്വഭാവത്തിലുള്ള പരാതികളൊന്നുമില്ല എന്നതായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി എടുത്തിരുന്ന നിലപാട്. പക്ഷേ രേഖകളിൽ താൻ ഔദ്യോഗിക MLA എന്ന തരത്തിലുള്ള ലെറ്റർപാഡിൽ കൊടുത്ത പരാതിയിൽ അങ്ങനെയുള്ള കാര്യമുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തുവിടുന്ന ഈ പരാതിയിൽ വ്യക്തമാക്കുന്ന കാര്യം. അൻവറിന്റെ ഈ നീക്കത്തോട് P ശശിയുടെ പ്രതികരണം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കാര്യമായ തയ്യാറായിട്ടില്ലെങ്കിൽ കൂടിയും അൻവറിനെതിരെ നിയമ നടപടിക്കാണ് ഇപ്പോൾ P ശശിയുടെ നീക്കം. ഇതിൽ പാർട്ടിയോട് ആലോചിച്ച് തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന കാര്യം P ശശിയും അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് PV അൻവർ എന്ന കാര്യത്തിൽ സംശയമില്ല. സജിത്ത്, ഇവിടെ ഈ CPM നേതാക്കളൊക്കെ CPM-ന്റെ പ്രധാനപ്പെട്ട ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ പറയുന്നത് P ശശിക്കെതിരായ ആരോപണം അൻവർ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്, ഉന്നയിച്ചില്ല എന്നുള്ളതാണ്. അതിന് ഘടകവിരുദ്ധമാണ് ഇപ്പോൾ പുറത്തുവിട്ട രേഖകൾ. അപ്പോൾ ശശിയെ സംരക്ഷിക്കാൻ എത്രത്തോളം വ്യഗ്രത കാട്ടിയോ മുഖ്യമന്ത്രി പാർട്ടിയും
അത് ഈ പുറത്തുവന്നതോടെ തെളിയുന്നതാണ് കൃത്യമായി തന്നെ. കാരണം ADGPക്കെതിരെ അന്വേഷണം വേണമെന്ന് പറയുന്നു, പക്ഷേ ശശിക്കെതിരെ പരാതി ഇല്ല എന്ന് പറയുമ്പോൾ ഈ പരാതിയുടെ കോപ്പി പുറത്തുവിടുന്നതിലൂടെ അൻവർ ലക്ഷ്യം വെക്കുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. തീർച്ചയായും, അതായത് പി ശശിയെ ലക്ഷ്യമിട്ട് ഇപ്പോൾ നടക്കുന്ന നീക്കം അത് ശശിക്കെതിരെ വ്യക്തിപരമായ എന്നതിനപ്പുറത്ത് രാഷ്ട്രീയമായ പ്രതിസന്ധി CPMനും മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി പറയാനെത്തുന്ന സ്ത്രീകൾക്ക് ഇത്തരം അനുഭവം ഉണ്ടാകുന്നു എന്ന ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നത് തന്നെ വലിയ തരത്തിലുള്ള ക്ഷീണമാണ്. അതുകൊണ്ട് അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപത്തിന് അത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ പ്രത്യാഘാത സാധ്യതയുണ്ട്. അല്പസമയം മുമ്പാണ് അൻവർ ഈ പരാതികൾ അതിന്റെ രേഖാമൂലം താൻ നൽകിയ പരാതികളുടെ കോപ്പി അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത്. സ്വാഭാവികമായും പ്രതിപക്ഷമടക്കം ഇത് ആ തരത്തിൽ ഏറ്റെടുക്കും, മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടി വരും എന്നടക്കമുള്ള വലിയ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പി ശശിയെ പൂർണ്ണമായി ന്യായീകരിച്ചുകൊണ്ട് നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടപ്പോൾ ചില ഇക്കാര്യങ്ങളൊക്കെ താൻ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് അൻവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. പിന്നീട് പാർട്ടി സെക്രട്ടറിക്ക് ഇക്കാര്യങ്ങൾ എഴുതി രേഖാമൂലം തന്നെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു പരാതിയില്ല എന്ന് പാർട്ടി സെക്രട്ടറിയും CPM നേതൃത്വവും മുഖ്യമന്ത്രിയും നിലപാടെടുക്കുന്നു. പക്ഷേ ഈ പരാതി അൻവർ നൽകിയ ഈ പരാതിയെ തള്ളിക്കളയുന്ന ഒരു നീക്കം നടത്തിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അൻവർ അത് പരസ്യമാക്കാൻ തീരുമാനിക്കുകയും ഇപ്പോൾ അത് പുറത്തു വരികയും ചെയ്തു. സൈത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ADGP അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് മന്ത്രി K. രാജൻ. എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്ന് മാറ്റാത്തവരോട് ചോദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങേക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ ധാരണയുണ്ടോ? മുഖ്യമന്ത്രി ഉപേക്ഷിച്ചത് RSSന്റെ അതേ അഭിപ്രായമാണെന്ന് അങ്ങനെ എന്റെ വായ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കില്ല. മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ ക്ലാരിഫിക്കേഷൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മുഖ്യമന്ത്രി തന്നെ പറയും. മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ പറയേണ്ട ആളുകൾ നമ്മളല്ല. ഏതു സാഹചര്യത്തിൽ ഏതു വിഷയത്തിൽ പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷമേ പറയേണ്ടതുള്ളൂ. ഇപ്പോൾ അത് പറയേണ്ടതില്ല. മുഖ്യമന്ത്രി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ള മുഖ്യമന്ത്രിയോട് തന്നെ ചോദിച്ചാൽ മതി. മുഖ്യമന്ത്രി നാട്ടിലെത്തിയിട്ടുണ്ട്. ഇത് കോടിയേരി സഖാവിന്റെ ഓർമ്മ ദിനമല്ലേ? മുഖ്യമന്ത്രി നാട്ടിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താണ് സംശയം? ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണ്. ഉറച്ച ശബ്ദത്തോടു കൂടി അവിടെ തന്നെ തുടരുകയാണ്. അത് ആ വിധത്തിൽ തീരുമാനമെടുക്കും വരെ അങ്ങനെ തന്നെ തുടരും. അത് CPIയുടെ അഭിപ്രായമാണ്. അത് ബിനോയ് വിശ്വം അല്ല എന്ന് പറയും വരെ അത് തന്നെയാണ് CPIയുടെ അഭിപ്രായം. KM ഷാജി ഇന്ന് നിലമ്പൂരിൽ പങ്കെടുക്കാനിരുന്ന പരിപാടി ലീഗ് നേതൃത്വം മുടക്കിയെന്ന ആരോപണം. PV അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലമ്പൂർ മണ്ഡലം ലീഗ് കമ്മിറ്റിയാണ് സമ്മേളനം തീരുമാനിച്ചത്. നേതൃത്വം ഇടപെട്ട് അനുമതി നിഷേധിച്ചതോടെ മണ്ഡലം കമ്മിറ്റി പിൻവാങ്ങി. ഇതോടെ നേതൃത്വത്തിനെതിരെ സൈബർ ഗ്രൂപ്പുകളിൽ രൂക്ഷ വിമർശനമാണ്. ഇടതുപക്ഷവുമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമെന്നാണ് വിമർശനം. എന്നാൽ പരിപാടിയുടെ പോസ്റ്ററുകൾ വ്യാജമെന്നും പരിപാടി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ള വിശദീകരണവുമായി ലീഗ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാൻ നിലമ്പൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്. ഇത്തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിൽ 1-ാം തീയതി KM ഷാജി നിലമ്പൂരിൽ എന്ന രൂപത്തിലുള്ള ഒരു പ്രോഗ്രാം നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പോസ്റ്റർ നമ്മൾ തയ്യാറാക്കി എവിടെയും വിതരണം ചെയ്തിട്ടില്ല. ഇത് പാർട്ടിയുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നതിന് വേണ്ടി ചില തൽപര കക്ഷികൾ പടച്ചുണ്ടാക്കിയതാണ് എന്ന് നല്ലവരായ സഹപ്രവർത്തകർ മനസ്സിലാക്കണം. ഈ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ചില വ്യാജ വാർത്തകൾ നമ്മുടെ ഒട്ടനവധി പ്രവർത്തകർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും. സോഷ്യൽ മീഡിയയിലൂടെ നാഥനില്ലാത്ത വിധത്തിലുള്ള പ്രചാരം നടത്തി നമ്മുടെ പ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടെ പല പ്രദേശങ്ങളിൽ നിന്നും നിലമ്പൂരിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന വിഷമങ്ങൾ നമ്മുടെ പ്രവർത്തകർക്ക് വളരെ വലുതായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ അറിവോടുകൂടെ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെയൊരു പോസ്റ്റർ നമ്മൾ തയ്യാറാക്കിയിട്ടില്ല, ഇത് പ്രചരിപ്പിച്ചിട്ടില്ല. അത് മനസ്സിലാക്കി നല്ലവരായ സഹപ്രവർത്തകർ അത് തിരുത്തുകയും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രചാര പ്രവർത്തനങ്ങൾ കണ്ടാൽ അതിനെക്കുറിച്ച് എതിർത്തുകൊണ്ടുള്ള, അത് ഔദ്യോഗികമായി അങ്ങനെ പരിപാടി ഇല്ല എന്നറിയിച്ചുകൊണ്ടുള്ള അറിയിപ്പുകൾ പരസ്പരം കൈമാറി സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് നല്ലവരായ പ്രവർത്തകർ പിൻവാങ്ങണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. CV അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, എന്താണ് സംഭവിച്ചത്? സൈബർ ഗ്രൂപ്പുകളിൽ വലിയ ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട്. ഇത് ലീഗ് നേതൃത്വം ഇടപെട്ട് മുടക്കിയതാണോ അതോ ലീഗിന്റെ പ്രാദേശിക കമ്മിറ്റിയുടെ വിശദീകരണം അത് വിശ്വസിക്കണോ?
തീർച്ചയായും അൻവർ ഇടതുപക്ഷത്തിനെതിരെ രംഗത്ത് വന്നപ്പോൾ തന്നെ ലീഗിലെയും കോൺഗ്രസിലെയും വലിയ ഒരു വിഭാഗം അൻവറിന് പരോക്ഷ പിന്തുണയുമായിട്ട് രംഗത്തുണ്ട്. അതായത് അൻവർ പറയുന്ന ആരോപണങ്ങൾ ഏറ്റെടുത്ത് അൻവറിന്റെ ആ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. UDF ആണെങ്കിലും അൻവറിന്റെ ആക്ഷേപങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ അൻവറിനെ പൂർണ്ണമായിട്ടും അവർ സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചിട്ടില്ല. ഇപ്പോഴും ലീഗ് നേതൃത്വത്തിന്റെ നിലപാട് അത് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. അൻവറിന്റെ ആരോപണങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രക്ഷോഭമായിട്ടും പ്രതിഷേധമായിട്ടും ഒക്കെ നമ്മൾ ഏറ്റെടുക്കും. പക്ഷേ അൻവറിനെ പാർട്ടിയിലേക്കോ മുന്നണിയിലേക്കോ എടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം എടുക്കേണ്ടതില്ല. അത് ആദ്യം അൻവർ തന്നെ നിലപാട് പ്രഖ്യാപിക്കട്ടെ എന്ന നിലപാടാണ് ലീഗ് നേതൃത്വത്തിനുള്ളത്. മാത്രമല്ല അൻവർ വന്നത് കോൺഗ്രസിൽ നിന്നാണ് ഇടതുപക്ഷത്തിലേക്ക് പോയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ വരട്ടെ, അതിനുശേഷം ഇക്കാര്യങ്ങളിലൊക്കെ മതി നിലപാട് എന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനമുള്ളത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ 1-ാം തീയതി KM ഷാജി പങ്കെടുക്കുന്ന തരത്തിൽ ഒരു അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്തുണ നൽകുന്ന തരത്തിൽ ഒരു പൊതുയോഗം നിശ്ചയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ലീഗ് നേതൃത്വത്തിന്റെ അറിവോടെയല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലീഗ് നേതൃത്വം ഇതിനെ എതിർക്കുകയും തടയുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഈ സംഘാടകർ പിന്മാറി ഇക്കാര്യത്തിൽ അറിവോടെയല്ല ഈ ഒരു സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചാരണം എന്ന വിശദീകരണം നൽകുകയാണ് ചെയ്തിരുന്നത്. ഈ വിശദീകരണം നൽകിയിട്ടുള്ളത് നേരത്തെ തന്നെ അൻവറിന്റെ നയങ്ങളെ അനുകൂലിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട ഇക്ബാൽ മുണ്ടേരി എന്ന CH ഇക്ബാലാണ്. സ്വാഭാവികമായിട്ടും നിലമ്പൂരിലെ ഒരു പ്രാദേശിക ലീഗ് നേതൃത്വത്തിന്റെ വികാരമായിരിക്കാം അത് പങ്കുവച്ചത്. എന്നാൽ ലീഗ് നേതൃത്വം ഇതിനോട് അനുകൂലമായിട്ടുള്ള നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്. കാരണം സമയമെടുത്ത് മതി ഇക്കാര്യങ്ങളിൽ ഒക്കെ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് ചാടി പുറപ്പെട്ട് ഇക്കാര്യങ്ങളിൽ മറ്റൊരു പ്രതിസന്ധി ഉണ്ടാക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ അൻവറിന്റെ ആക്ഷേപങ്ങൾ ഏറ്റെടുക്കുന്നു, അൻവറിനെ ഏറ്റെടുക്കുന്നില്ല എന്ന നിലപാടിൽ തന്നെയാണ് ലീഗ് നേതൃത്വമുള്ളത്. ഇന്നത്തെ ഈ പരിപാടി നേരത്തെ അൻവർ ഉന്നയിച്ച പൊളിറ്റിക്കൽ നെക്സസ് എന്ന ആക്ഷേപം അത് ലീഗ് അണികൾ സൈബർ മേഖലയിൽ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ വലിയ തോതിൽ പരസ്പരം പങ്കുവെക്കുന്നു എന്ന മറ്റൊരു പ്രധാന പ്രശ്നം കൂടി ലീഗ് നേരിടുന്നുണ്ട്. കാരണം പ്രധാന രാഷ്ട്രീയ കക്ഷിയിലെ നേതാക്കളൊക്കെ തന്നെ ഒരു വിഷയം വരുമ്പോൾ ഒന്നിച്ചൊരു നിലപാടിലേക്ക് എത്തുന്നു. അതേ ഒരു നെക്സസ് ആണ് ഇവിടെയും ഈ പരിപാടി പിൻവലിക്കാൻ അല്ലെങ്കിൽ സംഘാടകരെ പ്രേരിപ്പിച്ചതെന്ന ആക്ഷേപമാണ് സൈബർ ഇടങ്ങളിലെ ലീഗ് അണികളുടെ പ്രതിഷേധമുള്ളത്. എന്താണെങ്കിലും ലീഗ് നേതൃത്വം ഈ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. CV അനുമോദ് വിവരങ്ങൾ പങ്കുവച്ചു. തെരഞ്ഞെടുപ്പ് തോൽവി അമിതമായ മുസ്ലിം പ്രീണനം കൊണ്ടെന്ന CPM വിലയിരുത്തലിനെതിരെ PV അൻവർ. CPMന്റേത് തെറ്റിദ്ധാരണയാണ്, തെറ്റായ പോലീസിംഗ് ആണ് പ്രശ്നമുണ്ടാക്കിയത്. രാഹുൽ കുടുംബത്തിന്റെ സാന്നിധ്യമാണ് തോൽവിയുടെ രണ്ടാമത്തെ കാരണം. തെറ്റായ വിലയിരുത്തൽ നടത്തി RSSന് അനുകൂല സാഹചര്യം ഉണ്ടാക്കുകയാണ് CPM എന്നും PV അൻവർ പറഞ്ഞു. ജില്ലയുടെ പ്രത്യേകത എന്താ ഇത്രമാത്രം ക്രിമിനൽ കേസുകൾ ഉണ്ടാകാൻ കാരണം? അവിടെ 90% അല്ലെങ്കിൽ 85% മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങളൊക്കെ ക്രിമിനലുകളാണ്. അടിസ്ഥാനപരമായി ഇവരുടെ സ്വഭാവം ക്രിമിനലിസമാണ് എന്ന് പറയാം. ആ ഒരു രാഷ്ട്രീയത്തിന് അരിപ്പറ്റി നിന്ന് കൊടുക്കുക, അതിന് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സത്യത്തിൽ മലപ്പുറം ജില്ലയിലെ CPM നേതൃത്വം എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒക്കെ പരിണിത ഫലം അതോടൊപ്പം ഇവരെയൊക്കെ സന്തോഷിപ്പിക്കാനും സുഖിപ്പിക്കാനും അവർക്കൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും പോലീസ് എന്ത് തമ്മാടിത്തം ചെയ്താലും അതിലൊരു അംശം പറ്റുക എന്നതിലപ്പുറം ഒരു ജനാധിപത്യ ഒരു എന്താ പറയുക നീതിയോ ഇവിടെ ജില്ലയിൽ നടന്നിട്ടില്ല എന്നതിൻ്റെ വസ്തുതകളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ദുബായിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ നടൻ നിവിൻ പോളിയെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന നിവിന്റെ ആരോപണത്തിൽ നടന്റെ മൊഴിയും രേഖപ്പെടുത്തി. ഇതിനിടെ മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പീഡന പരാതി നൽകിയ നടിക്കെതിരായ പോക്സോ കേസിൽ ക്രൈംബ്രാഞ്ച് പരാതിക്കാരുടെ മൊഴിയെടുത്തു. നവമി ദിനേശ് ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. നവമി, പ്രത്യേക സംഘം ഈ വിഷയത്തിൽ നിവിനെ അടക്കം ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? നിവിൻ നേരത്തെ ഈ നടിക്കെതിരെയും ഈ പരാതി പറഞ്ഞ ആൾക്കെതിരെയും ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ. രഞ്ജിത്ത്, നിവിൻ പോളിയുടെ പേരിൽ 2 അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒന്ന് നിവിൻ പോളിക്കെതിരായിട്ടുള്ള ബലാത്സംഗ കേസും, മറ്റൊന്ന് നിവിൻ പോളി ഈ ബലാത്സംഗ കേസ് ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് നൽകിയ പരാതിയും. അങ്ങനെ 2 പരാതികളിലാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ്, ഇതിലെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ വൈകുന്നേരം 6:30യോടുകൂടി നിവിൻ പോളിയെ പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്ത് G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും നടന്നത്. ഇതിൽ ആദ്യത്തെ കേസ് ഈ ബലാത്സംഗ കേസാണ്. അതായത് ദുബായിൽ വെച്ച് ഈ നടിയെ സിനിമയിൽ ഒരു അവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട്
നിവിൻ പോളി അടക്കമുള്ള 6 പേർ, നിവിൻ പോളി കേസിലെ 6ാം പ്രതിയാണ്, നിവിൻ പോളി അടക്കമുള്ള 6 പേർ കൂട്ടമായി ബലാത്സംഗം ചെയ്തു. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും പിന്നീട് ഇത് പുറത്തു പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളൊരു പരാതിയാണ് യുവതി നൽകിയത്. ഇതിലാണ് നിവിൻ പോളി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നത്. ഇതിൽ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ നിവിൻ പോളിക്കെതിരായിട്ടുള്ള ഈ ഒരു ആരോപണം വന്നതിന് പിന്നാലെ ഈ പറയുന്ന തീയതികളിൽ, അതായത് ഡിസംബർ 14, 15 തീയതികളിലാണ് ഈ ബലാത്സംഗം ദുബായിൽ വെച്ച് നടന്നെന്നാണ് യുവതി പറയുന്നത്. പക്ഷെ ആ തീയതികളിൽ നിവിൻ പോളി ദുബായിലായിരുന്നില്ല, കൊച്ചിയിലാണെന്ന് തെളിയിക്കുന്നതിന്റെ ചില തെളിവുകളും ചിത്രങ്ങളും രേഖകളും അടക്കം നിവിൻ പോളിയുടെ സഹപ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് നിവിൻ പോളി. ഒപ്പം തന്റെ പാസ്പോർട്ടിന്റെ കോപ്പി, അതായത് ഈ തീയതികളിൽ താൻ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു, വിദേശത്തേക്ക് പോയിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന്റെ പാസ്പോർട്ടിന്റെ കോപ്പിയും അടക്കമാണ് ഇന്നലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യാൻ എത്തിയപ്പോൾ നിവിൻ പോളി കൊണ്ടുവരികയും പിന്നീട് ഹാജരാക്കുകയും ചെയ്തത്. അതിലാണ് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയത്. മറ്റൊന്ന്, ഈ തനിക്കെതിരെ നടക്കുന്ന ഈ ഒരു ഗൂഢാലോചന, അതിൽ സിനിമാ മേഖലയിലുള്ള ചില ആളുകൾ തന്നെ ഉണ്ടോ എന്ന് സംശയമുണ്ടെന്ന് കൂടി നിവിൻ പോളി DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഈ പരാതിയാണ് ക്രൈംബ്രാഞ്ച് SIT ടീം തന്നെ അന്വേഷിക്കുന്നത്. അവരും ഇതിൽ വിശദമായിട്ടുള്ള നിവിൻ പോളിയുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ 2 പരാതികളിലാണ് ഇന്നലെ നിവിൻ പോളിയെ ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും ചെയ്തത്. മറ്റൊരു കാര്യം, ഈ നടി ഈ സിനിമയിലെ തന്നെ 8ഓളം പേർക്കെതിരെ ലൈംഗിക ആരോപണ പരാതി ഉന്നയിച്ച ആലുവ സ്വദേശിയായ നടിക്കെതിരെ ഒരു പോക്സോ കേസ് ബന്ധുകൂടിയായിട്ടുള്ള യുവതി നൽകിയിരുന്നു. ഈ പോക്സോ കേസിലും ക്രൈംബ്രാഞ്ച് ഈ യുവതിയുടെ വിശദമായിട്ടുള്ള മൊഴി ഇന്നലെ വൈകുന്നേരം മൂവാറ്റുപുഴയിലെ വീട്ടിലെത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഈ പെൺകുട്ടി പറയുന്നത് ചെന്നൈയിൽ വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട് ചില പുരുഷന്മാർക്ക് മുന്നിൽ, തനിക്ക് പരിചയമില്ലാത്ത പുരുഷന്മാർക്ക് മുന്നിൽ തന്നെ കാഴ്ചവെക്കുകയും ഇത് തടഞ്ഞതിന് ശേഷമാണ് താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തിയത് എന്നും കൂടി ആ പെൺകുട്ടി പറയുന്നുണ്ട്. ഇതിലാണിപ്പോൾ പോക്സോ കേസ് വകുപ്പ് ചുമത്തിക്കൊണ്ട് ഈ നടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിലാണ് ക്രൈംബ്രാഞ്ച് വിശദമായിട്ടുള്ള മൊഴി ഈ പെൺകുട്ടിയുടെയും രേഖപ്പെടുത്തിയത്. ഒപ്പം ഈ നടിയുടെ മൊഴിയും രേഖപ്പെടുത്തി എന്ന് നമ്മൾ കണ്ടു. ഈ നടി ഇന്ന് ജാഫർ ഇടുക്കിക്കെതിരെ അടക്കം പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർ 8ഓളം, ജാഫർ ഇടുക്കിയോട് ചേർത്ത 8ഓളം നടന്മാർക്കെതിരെയാണ് ഈ പരാതിയുമായി അവർ മുന്നോട്ട് പോകുന്നത്. ഈ പറഞ്ഞതുപോലെ പരാതികൾ എല്ലാം അന്വേഷണ സംഘം പലതരത്തിൽ അന്വേഷിക്കുന്നുണ്ട്. എല്ലാ തരം നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ കൂടുതൽ മൊഴിയെടുക്കലുകളിലേക്കും നിയമ നടപടികളിലേക്കും കടക്കുകയാണ് കാര്യങ്ങൾ. തീർച്ചയായും രഞ്ജിത്ത്, ഇതിൽ ജാഫർ ഇടുക്കി, കഴിഞ്ഞ ദിവസം സംവിധായകൻ ബാലചന്ദ്ര മേനോൻ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയാണ് ഈ നടി, ഈ ആലുവ സ്വദേശിയായ നടി പരാതി നൽകിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ 8ഓളം പേർക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇതിൽ മുകേഷിനും ഇടവേള ബാബുവിനും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രത്യേക അന്വേഷണ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയും ചെയ്തിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് ഇവരെ വിട്ടയച്ചത്. മറ്റൊന്ന് മണിയമ്പിള്ള രാജുവാണ്. മണിയമ്പിള്ള രാജുവിന്റെ ചില ശസ്ത്രക്രിയ ആയതിനാൽ ആശുപത്രിയിലാണ്. അങ്ങനെ ചികിത്സയുടെ ഭാഗമായി തനിക്കിപ്പോൾ എത്താൻ കഴിയില്ല എന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ അറിയിക്കുകയും ചെയ്തു. മറ്റൊന്ന് ജയസൂര്യയാണ്. ജയസൂര്യയും ഈ ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ജയസൂര്യയും മൊഴിയെടുക്കാൻ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം ഇതിൽ മറ്റൊരു പരാതിക്കാരൻ, ആരോപണ വിധേയനായിട്ടുള്ള അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഈ പരാതിക്കാരി പറയുന്ന കാര്യങ്ങളിൽ കഴമ്പില്ല എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയെന്നാണ് ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഈ അഡ്വക്കേറ്റ് മാധ്യമങ്ങളോടായി പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കുകയാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിട്ടയച്ചതെന്ന് ഈ അഡ്വക്കേറ്റും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും ബാലചന്ദ്ര മേനോനെതിരെയും ജാഫർ ഇടുക്കിക്കെതിരെയും പരാതി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ അവരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കാം അന്വേഷണ സംഘം. മറ്റൊന്ന്, ഈ മൂവാറ്റുപുഴ സ്വദേശിയായ പെൺകുട്ടി പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ നടിക്ക് അവർ ഒരു സെക്സ് മാഫിയയുടെ ഒരു ഭാഗമാണ്. അവർക്ക് ഇത്തരത്തിൽ എന്നെ പോലെ മറ്റ് പെൺകുട്ടികളെയും അവർ ഇത്തരത്തിൽ മറ്റ് പുരുഷന്മാർക്ക് മുന്നിൽ കാഴ്ചവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ സിനിമയിൽ അവസരം ലഭിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചില അഡ്ജസ്റ്റ്മെന്റ് നടത്തണമെന്ന് ഈ നടി തന്നോട് പലതവണ ആവർത്തി പറഞ്ഞിരുന്നു എന്നും ഈ പരാതിക്കാരി പറയുന്നുണ്ട്. ഇതൊക്കെ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ട്. ഇതെല്ലാം ഒരു വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും അന്വേഷണ സംഘം കൂടുതൽ നടപടികളിലേക്ക് പോവുക. എന്തായാലും ഈ ആലുവ സ്വദേശി
അന്വേഷിയായ നടിയുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ കൂടിയും അതിൽ ചില അസ്വാഭാവികത അന്വേഷണ സംഘത്തിനും ഉണ്ട്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്ത, മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ദേശവിരുദ്ധ പ്രവർത്തനമെന്ന് പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും പ്രദേശത്തെയോ പരാമർശിച്ചിട്ടില്ല. പത്രം വാർത്ത തെറ്റായി പ്രസിദ്ധീകരിച്ചുവെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, വലിയ വിവാദമായിരുന്നു, മുസ്ലിം സംഘടനകൾ ഇത് ഏറ്റെടുത്തു, പ്രതിപക്ഷം വലിയ ആരോപണമായി രംഗത്ത് വന്നു. ഇപ്പോൾ അതിൽ തെറ്റുപറ്റി പത്രത്തിന്റെ വാർത്തയിൽ എന്നാണോ വിശദീകരണം? അങ്ങനെ തന്നെയാണ്. പി വി അൻവറിനെതിരെയുള്ള വൈരാഗ്യം, പി വി അൻവറിനെതിരെയുള്ള പ്രതിഷേധം മലപ്പുറം ജില്ലയ്ക്കെതിരെ തീർക്കുന്നു, മലപ്പുറം ജില്ലയ്ക്കെതിരെ പ്രയോഗിക്കുന്നു എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ഇന്നലെ മുസ്ലിം ലീഗ് നേതാവ് PMA സലാമും പിന്നീട് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളും വലിയ വിമർശനമാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചത്. ആ സാഹചര്യത്തിലാണ് വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജാണ് ദ ഹിന്ദുവിന്റെ പത്രാധിപർക്ക് കത്തെഴുതിയിരിക്കുന്നത്. ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞ ഇന്റർവ്യൂവിൽ ഭാഗത്തും ഏതെങ്കിലും പ്രദേശത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയോ പേരെടുത്ത് പറഞ്ഞില്ല. മാത്രമല്ല അവിടെ ഉപയോഗിക്കുന്ന അവിടെ നിന്ന് ഈ പണം, ഈ സ്വർണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ ഉപയോഗിക്കുന്നുവെന്ന് പറഞ്ഞിട്ടുമില്ല. സംസ്ഥാനത്ത് വലിയ വിവാദമായി മാറിയിരിക്കുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ നിലപാടല്ല. ഇത്തരം കാര്യങ്ങൾ, ഈ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ നിലപാടല്ല. മലപ്പുറം ജില്ലയെപ്പറ്റി മുഖ്യമന്ത്രി അഭിമുഖത്തിൽ ഒരിടത്തും പരാമർശിച്ചില്ല. അതുകൊണ്ട് തന്നെ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇത് സംസ്ഥാനത്ത് അനാവശ്യമായ വിവാദങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഇടയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പരാമർശം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അത് ഹിന്ദുവിന്റെ പത്രാധിപർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ വിശദീകരണവുമായി പ്രസ് സെക്രട്ടറി രംഗത്ത് വരുന്നു. പക്ഷെ അപ്പോഴും പാർട്ടി, നമ്മൾ നേരത്തെ പറയേണ്ടതാണ്, CPI വിഷയത്തിൽ പ്രതികരണവുമായി വന്നിരുന്നു. മുഖ്യമന്ത്രി വിശദീകരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. പാർട്ടിക്കുണ്ടാക്കിയ ഡാമേജ് ചെറുതല്ല, ഏത് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടാലും അപ്പോൾ അതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കുമെന്ന ആലോചനയും ഒരുപക്ഷെ ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായി പാർട്ടിയുടെ കൂടി ഇടപെടൽ തന്നെയാകും. CPMന്റെ നയത്തിലും നിലപാടിലും എന്ത് മാറ്റം വന്നാലും ഇത്തരത്തിലൊരു പ്രദേശത്തെ പരസ്യമായി അവമാനിക്കുന്ന തരത്തിലുള്ളൊരു പരാമർശമാണ് മുഖ്യമന്ത്രി നടത്തിയതെങ്കിൽ അത് CPMന് ഒരു കാരണവശാലും ഗുണം ചെയ്യുന്ന ഒന്നല്ല, അതേത് രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ഗുണം ചെയ്യുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളല്ല അവർ വ്യാഖ്യാനിച്ചത്, അവർ വാർത്തയായി നൽകിയത്. അതുകൊണ്ട് അത് തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദ ഹിന്ദുവിന്റെ പത്രാധിപർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി നിലപാടോ മുഖ്യമന്ത്രി അഭിപ്രായമോ അല്ല. ഒരു പ്രദേശത്തെയും അത്തരത്തിൽ സ്വർണം കടത്തുകാരുടെ പ്രദേശമായെന്നോ അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങളെ ചൂണ്ടിക്കാണിച്ചല്ല മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത്. അത് നിലപാടല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ഒരു വിശദീകരണം ഇപ്പോൾ മുഖ്യമന്ത്രി ഓഫീസ് പുറത്തിറക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഹിന്ദുവിന് കത്ത് നൽകുകയും ആ കത്ത് മുഖ്യമന്ത്രി ഓഫീസ് തന്നെ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. ഇതുണ്ടാക്കിയ ഡാമേജ്, തിരിച്ചടി അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നീക്കം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് നടത്തുന്നത്. ഈ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളുടെ പ്രസക്തി, അതിന്റെ ഒരു CPMനുണ്ടാക്കുന്ന വലിയ തോതിലുള്ള പ്രതിരോധം നമുക്കറിയാം. ഇപ്പോൾ രാഷ്ട്രീയ വിശദീകരണ യോഗമടക്കം അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു പരാമർശം നടത്തി, അത് മലപ്പുറത്തെ കേന്ദ്രീകരിച്ച് എന്ന ആരോപണം. പ്രതിപക്ഷത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടു. കൊച്ചിയിൽ രമേശ് ചെന്നിത്തല പറയുന്നത് കൊച്ചിയിലും സ്വർണ്ണക്കടത്ത് നടക്കുന്നില്ലേ, ഇതിന് കൊച്ചിക്കാരെ നമ്മൾ കേന്ദ്രീകരിക്കണോ? ഇതിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് തന്റെ പോലീസിനെ നേരിട്ട് അറ്റാക്ക് ചെയ്തപ്പോൾ പോലീസ് നടത്തിയ പ്രവൃത്തിയുടെ ഭാഗമാണ് ഇത്തരം സ്വർണ്ണക്കടത്ത് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് എന്നാണ്. ഇപ്പോൾ ഇത് സാധാരണ നമുക്കറിയാം, ഇത്തരം ഇന്റർവ്യൂകൾ പോകുമ്പോൾ, അഭിമുഖങ്ങൾ പോകുമ്പോൾ അതിന്റെ ഓഡിയോ റെക്കോർഡ് അടക്കം സ്വാഭാവികമായും കയ്യിൽ കാണും. അതിനെ അപ്പോൾ ഈ തരത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ പൂർണ്ണമായും ആ മാധ്യമത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന പ്രശ്നം കൂടിയുണ്ട്. തീർച്ചയായും അതിന് വ്യക്തമാക്കേണ്ടത് ഹിന്ദുവിന്റെ പത്രാധിപ സമിതിയും അവരുടെ മാനേജ്മെന്റുമാണ്. സ്വാഭാവികമായും ഇങ്ങനൊരു വാർത്ത വരുന്നു, ആ വാർത്ത താൻ ഉദ്ദേശിച്ച രീതിയിലല്ല, താൻ പറഞ്ഞ രീതിയിലല്ല, തെറ്റായി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു, തെറ്റായി വ്യാഖ്യാനിക്കുക. ഇതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. മുഖ്യമന്ത്രിക്ക് അത്തരമൊരു അഭിപ്രായമേ ഇല്ല. പിന്നെ എങ്ങനെ ഇത് വാർത്തയായി വന്നു? അങ്ങനെയെങ്കിൽ വ്യാജ വാർത്ത ദ ഹിന്ദു കൊടുത്തതാണോ എന്ന കാര്യത്തിൽ വിശദീകരിക്കേണ്ടത് സ്വാഭാവികമായും അവർ തന്നെയാണ്. അതാകും ഇനിയുള്ള ദിവസം പ്രധാനമാകുന്നത്. രജി സൂചിപ്പിച്ച പോലെ ഇത്തരം അഭിമുഖങ്ങൾ സ്വാഭാവികമായും ഓൺ റെക്കോർഡായിരിക്കും. ഇതിൻ്റെ കൃത്യമായ ശബ്ദ രേഖയെങ്കിലും ഈ റിപ്പോർട്ടറുടെ കയ്യിലുണ്ടാകും. അവർ അത് പുറത്ത് വിടും. അല്ലെങ്കിൽ അത്തരം വിശദീകരണം ഹിന്ദു സ്വാഭാവികമായിട്ടും ഇതിന് മറുപടി മുഖ്യമന്ത്രി ഓഫീസിൽ അവർ നൽകുകയോ അല്ലെങ്കിൽ അവരുടെ പത്രത്തിലൂടെ തന്നെ അതിന് വിശദീകരണം നടത്തുകയോ ചെയ്യും. അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് അവർ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഒരുപക്ഷെ അവർ അതിൻ്റെ ശബ്ദരേഖയും പുറത്തുവിടും, അല്ലെങ്കിൽ ഖേദപ്രകടനം നടത്തുക എന്നുള്ളതാണ് ഒരു രീതി. അതെന്താണ് ആ പത്രം ഇനി സ്വീകരിക്കുക എന്നാണ് അറിയേണ്ടത്. ഏതായാലും ഈ വാർത്തയുണ്ടാക്കിയ തിരിച്ചടി, ഡാമേജ് ചെറുതല്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തിരിച്ചറിയുന്നു. സ്വാഭാവികമായും അത് CPMന്റെ നേതൃത്വത്തിന്റെ കൂടി ഇടപെടലിന്റെ ഭാഗമായാകാം
അത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. അത് ഇനി ഹിന്ദുവിൻ്റെ ഭാഗത്താണ് വിശദീകരണം ഉണ്ടാകേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രി ഉദ്ദേശിച്ച കാര്യമോ മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമോ അല്ല വാർത്തയായി വ്യാഖ്യാനങ്ങളായി ഇപ്പോൾ പുറത്തു വരുന്നത്. അത് സംസ്ഥാനത്ത് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു, വിവാദമുണ്ടാക്കുന്നു. ആ സാഹചര്യത്തിൽ ഇതിൻ്റെ വസ്തുത യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കണമെന്ന ഒരാവശ്യമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദ ഹിന്ദു പത്രത്തിൻ്റെ സമിതിയോട് എഡിറ്ററോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇനിയിപ്പോൾ പത്രത്തിന്റെ പ്രതികരണം ഉണ്ടാകണം. അവിടെയാണ് കാര്യങ്ങൾക്കൊരു വ്യക്തത വരിക. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോൾ ഓഫീസ് പറയുന്നത് ഇത്തരമൊരു പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. മലപ്പുറം എന്ന പേരെടുത്ത് പറഞ്ഞിട്ടില്ല, ദേശവിരുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെ അഭിമുഖത്തിൽ ഇത്തരം പരാമർശങ്ങൾ വന്നു എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ട കാര്യവുമാണ്. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ബലാത്സംഗ കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച നടൻ സിദ്ദിഖിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. നോട്ടീസ് ലഭിക്കുന്നതിന് മുൻപ് സംഘത്തിന് മുൻപാകെ ഹാജരാകുന്ന കാര്യം സിദ്ദിഖിന്റെ അഭിഭാഷകർ ആലോചിക്കുന്നുണ്ട്. ഡാനി പോൾ ചേരും. ഡാനി, ഇപ്പോഴും സിദ്ദിഖ് ഒളിവിലാണ്. അടുത്ത ആളുകൾക്ക് പോലും സിദ്ദിഖിനെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഉടൻ തന്നെ അന്വേഷണ സംഘത്തിനൊപ്പം എത്തും. അവരുടെ മുന്നിൽ ഹാജരാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. രഞ്ജിത്ത, ഇന്നലെ മുതൽ സുപ്രീം കോടതി വാദികളോടെ അറസ്റ്റ് 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞ് അറസ്റ്റ് ചെയ്താൽ ജാമ്യം നൽകണമെന്നുള്ള ഒരു ഉപാധികളോടുകൂടി ഇന്നലെ ഉത്തരവായത് മുതൽ സിദ്ദിഖിനെ തിരയുന്നു. പക്ഷേ സിദ്ദിഖ് ഇതുവരെയും ഒരു പൊതുജന മധ്യത്തിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വരുന്നതായി ഒന്നും തന്നെയും റിപ്പോർട്ടുകളില്ല. സിദ്ദിഖിനെ ഉടൻ തന്നെ ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ സിദ്ദിഖ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് എത്തും എന്ന് പറയുമ്പോഴും അതിനും ഒരു വ്യക്തതയില്ലാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ഇപ്പോൾ ഏറ്റവും പുതുതായുള്ള അദ്ദേഹത്തിന്റെ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുന്നത് ഇത് നോട്ടീസ് നൽകി വിളിപ്പിക്കുക എന്നൊരു രീതിക്കാണ് അവർ ആദ്യ ദിവസങ്ങളിൽ, അതായത് ഈ ദിവസം അത് വെയിറ്റ് ചെയ്തിരുന്നത്. അത്തരമൊരു നീക്കം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നറിയുന്നതിന് വേണ്ടി ഈ 2 ആഴ്ച സമയമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ സമയം വളരെ വിലപ്പെട്ടതുമാണ്, അത്രയും സമയം. അതുകൊണ്ട് നേരത്തെ സുപ്രീം കോടതിയിൽ പറഞ്ഞതുപോലെ ഏത് അന്വേഷണത്തെ നേരിടാനും എപ്പോൾ വിളിച്ചാലും ചെല്ലാനും താൻ സന്നദ്ധനാണെന്ന് വ്യക്തമാക്കിയിരുന്നു. അതനുസരിച്ചുകൊണ്ട് തന്നെ ഇന്നത്തേക്ക് മറ്ററിയിപ്പുകളൊന്നുമില്ലെങ്കിൽ ഏത് സമയത്തേക്കും വരാൻ താൻ സന്നദ്ധനാണ് എന്ന് അറിയിച്ചുകൊണ്ട് സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു അറിയിപ്പ് നൽകാൻ തന്നെയാണ് സാധ്യത. എപ്പോൾ വേണമെങ്കിലും വിളിക്കാമെന്ന രീതിയിലേക്ക് താൻ ഇവിടെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അപ്പോൾ അവിടെ എത്താൻ സന്നദ്ധനാണ് എന്ന് അറിയിച്ചുകൊണ്ട് സിദ്ദിഖിന്റെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു നീക്കം നടത്തുന്നു എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു. കാരണം ഈ ദിവസങ്ങൾ കൂടുതലും കേന്ദ്രീകരിക്കുന്നത് 2 ആഴ്ചത്തെ ഒരു സമയത്തിനുള്ളിൽ തന്നെയും പരമാവധി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ തന്നെ എത്തുക എന്നത് തന്നെയാണ്. കാരണം അന്വേഷണത്തോട് സഹകരിക്കണമെന്നത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നോട്ടീസ് അയക്കുന്ന ഒരു കാലം അത് അത്രയും വൈകുകയോ അല്ലെങ്കിൽ അത്രയും കാലതാമസം നേരിടുകയോ ഒന്നും ചെയ്യാതെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ തന്നെ നേരിട്ട് എത്തുക, എന്താണ് നടപടികൾ അതിനെ നേരിടുക, പിന്നീട് സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ ഉപാധികൾ താൻ അനുസരിക്കുന്നു എന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ട് ഈ ജാമ്യത്തിൽ കൂടുതൽ ഇളവ് അടക്കമുള്ള കാര്യങ്ങൾ നേടാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അതിലൂടെ കടന്നു പോകുക എന്ന് തന്നെയാണ് സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്നലെ തന്നെ അതിന്റെ ഉടൻ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ എത്തും എന്നതാണ്. പിന്നീടാണ് ഇതിന്റെ ഏതെങ്കിലും രീതിയിൽ നോട്ടീസ് അയക്കാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് നോക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എത്താമെന്ന് നേരിട്ട് അറിയിക്കാനുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെന്നു നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് വരും മണിക്കൂറിലുണ്ടാകും. തിരുവനന്തപുരത്തെ ഓഫീസ് തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അന്വേഷണം നടത്തേണ്ടതും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ്. മ്യൂസിയം പോലീസ് തുടർ നടപടികളടക്കം സ്വീകരിക്കണം. സിദ്ദിഖ് വന്നാൽ തന്നെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള ഒരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്, മുൻകൂർ ജാമ്യമുണ്ടെങ്കിൽ കൂടി. അപ്പോൾ അത്തരം കാര്യങ്ങളും നടപടികളും എല്ലാം കേന്ദ്രീകരിക്കുന്നത് മ്യൂസിയം പോലീസ് അവിടെയാണ്. അതുകൊണ്ട് വൈകാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരു സ്ഥിരീകരണത്തിലേക്ക് വരും. എപ്പോഴാണ് സിദ്ദിഖ് എത്തുക എന്നത് സംബന്ധിച്ച് ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ അങ്ങോട്ട് ചെല്ലാം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. രഞ്ജിത്ത്, ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ADGP MR അജിത് കുമാറിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലാണ് കോടതിയുടെ നടപടി. അഭിഭാഷകനായ നെയ്യാറ്റിൻകര നാഗരാജുവിന്റെ ഹർജിയിലാണ് നിർദ്ദേശം. ADGP MR അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതി ഉയർന്നതിനെ തുടർന്നാണ് അഭിഭാഷകനായ നെയ്യാറ്റിൻകര നാഗരാജു കോടതിയെ സമീപിച്ചത്. എന്നാൽ ഇതിനകം തന്നെ അന്വേഷണം ആരംഭിച്ചുവെന്ന് വിജിലൻസ് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു.
അജിത് കുമാറിന്റെ സ്വത്ത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് PV അൻവർ നേരത്തെ DGPക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ DGP സർക്കാരിനോട് വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്യുകയും സർക്കാർ ഇക്കാര്യത്തിൽ ഉത്തരവ് ഇറക്കുകയും ചെയ്തു. വിജിലൻസ് തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് 1 നിലവിൽ അന്വേഷണം നടത്തുന്നത്. FIR രജിസ്റ്റർ ചെയ്യാതുള്ള പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുന്നതായി വിജിലൻസ് കോടതിയെ അറിയിച്ചു. 6 മാസമാണ് അന്വേഷണത്തിന് കാലാവധി നിശ്ചയിച്ചിട്ടുള്ളത്. അന്വേഷണ പുരോഗതി സംബന്ധിച്ച് ഇടക്കാല റിപ്പോർട്ട് ഹാജരാക്കണമെന്നാണ് കോടതി നിർദ്ദേശം. ഡിസംബർ 12 റിപ്പോർട്ട് സമർപ്പിക്കണം. ADGPക്ക് പുറമെ P ശശിക്കെതിരെയുമായിരുന്നു നാഗരാജുവിന്റെ ഹർജി. ന്യൂസ് 18 തിരുവനന്തപുരം. കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗം 2 ആണ്ട് പിന്നിടുമ്പോൾ പൊതുദർശനത്തെ ചൊല്ലിയുള്ള വിവാദവും ചൂടുപിടിക്കുകയാണ്. പതിറ്റാണ്ടുകൾ കോടിയേരിയുടെ കർമ്മമണ്ഡലമായിരുന്ന തിരുവനന്തപുരത്ത് AKG സെന്ററിൽ ഉൾപ്പെടെ പൊതുദർശനം ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന് കുടുംബസമേതം യൂറോപ്പിലേക്ക് പോകാൻ പൊതുദർശനം കണ്ണൂരിൽ മാത്രമായി ഒതുക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. ജന്മം കൊണ്ട് കണ്ണൂരുകാരൻ, പക്ഷേ SFI കാലം മുതൽ തിരുവനന്തപുരം കോടിയേരിയുടെ കർമ്മഭൂമിയായിരുന്നു. രാഷ്ട്രീയ രംഗത്തും പൊതുമണ്ഡലത്തിലും വലിയ സുഹൃത്ത് വലയം. അങ്ങനെയുള്ള കോടിയേരിയുടെ ഭൗതികദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്ന് പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും ഒരുപോലെ വിശ്വസിച്ചു. പക്ഷേ അതുണ്ടായില്ല. ഒരിടവേളയ്ക്ക് ശേഷം PV അൻവർ MLA ആണ് CPM കോടിയേരിക്ക് അർഹിക്കുന്ന ആദരവ് നൽകിയില്ലെന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് ആർക്കും കാണിച്ചു തന്നില്ല. അതിനൊരു സാഹചര്യം ഒരുക്കില്ല. ചെന്നൈയിൽ നിന്ന് നേരെ കണ്ണൂർ എയർപോർട്ടിൽ കൊണ്ടാക്കി. പിറ്റേ ദിവസം ശവഹദാനം നടക്കി പിരിച്ചിട്ടു. എന്നിട്ട് അദ്ദേഹം പറയാണ് അത് അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും യൂറോപ്പിലേക്ക് പോകണം. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തതാണ്. അത്രമാത്രം ഞങ്ങളെ സഖാക്കളോട് ഞങ്ങളെ വേദനിപ്പിച്ചൊരു സംഗതിയാണ്. അതുകൊണ്ട് സഖാവിനാണ് എന്റെ പിന്തുണ. മെസ്സേജാണ്. കോടിയേരി സഖാവ് ആരായിരുന്നു? കോടിയേരി സഖാവ് ഇന്ന് ഈ അവസ്ഥയിൽ ഞാൻ ഈ മയക്കും വെച്ചിരിക്കേണ്ടി വരും? എനിക്കൊന്നുമില്ല, ഒരിക്കലും വരില്ല. വിഷയങ്ങളിൽ വ്യക്തമായി ഇടപെടുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ഏതൊരു പാവപ്പെട്ട സഖാവാണ് പറയുന്നതെങ്കിൽ അതിന് പരിഗണന കൊടുക്കരുത്. അങ്ങനെ എന്താ മോനെ അങ്ങനെ ഒരു സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം കേരളം മുഴുവൻ ഇഷ്ടപ്പെട്ടിരുന്നല്ലോ, ഇല്ലേ? ഒക്ടോബർ 1 ചെന്നൈയിൽ അപ്പോളോ ആശുപത്രിയിൽ അന്തരിച്ച കോടിയേരിയുടെ ഭൗതികദേഹം 2-ാം തീയതിയാണ് എയർ ആംബുലൻസിൽ കണ്ണൂരിൽ എത്തിച്ചത്. വീട്ടിലും കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലും തലശ്ശേരി ടൗൺ ഹാളിലും പൊതുദർശനം. ശേഷം പയ്യാമ്പലത്ത് സംസ്കരിച്ചു. ആയിരങ്ങളാണ് എല്ലായിടത്തും പ്രിയ സഖാവിനെ അവസാനമായി കാണാൻ ഒഴുകിയെത്തിയത്. പയ്യാമ്പലത്തെ അനുസ്മരണ യോഗത്തിനു ശേഷം കൊച്ചിയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് തന്നെ കുടുംബസമേതം വിദേശത്തേക്ക് പോയി. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര മുടങ്ങാതിരിക്കാൻ കോടിയേരിയുടെ പൊതുദർശനം കണ്ണൂരിൽ മാത്രമായി ഒതുക്കുകയായിരുന്നുവെന്നാണ് ആരോപണമുയർന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിന് ഇതിൽ നീരസമുണ്ടെന്നും വാർത്തകളുണ്ടായിരുന്നു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് പൊതുദർശനം ക്രമീകരിച്ചതെന്ന് പറഞ്ഞാണ് പാർട്ടി നേതൃത്വം അതിനെ പ്രതിരോധിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെ. 24 മണിക്കൂറിന് ശേഷം ഡെഡ് ബോഡി സംസ്കരിക്കുക എന്നുള്ളത് വൈദ്യ ഉപദേശപ്രകാരം സാധ്യമായിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് 1-ാം തീയതി നമ്മെ വിട്ടുപിരിഞ്ഞ സഖാവ് കോടിയേരിയെ 2-ാം തീയതി തലശ്ശേരി ടൗൺ ഹാളിലും 3-ാം തീയതി കണ്ണൂർ DC ഓഫീസിലും പൊതു ദർശനത്തിന് വെച്ച് അന്ന് വൈകുന്നേരം പയ്യാമ്പലത്ത് സംസ്കരിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഈ പരിമിതി ബോധ്യപ്പെടുത്തിയതാണ്. എന്നാൽ തെറ്റായ ചില പ്രചരണങ്ങൾ ആ ഘട്ടത്തിൽ ശത്രുക്കൾ നടത്തി. പാർട്ടി നേതൃത്വം എത്രയൊക്കെ വിശദീകരിച്ചിട്ടും കോടിയേരിയോട് പാർട്ടി നീതി കാട്ടിയില്ലെന്ന് വിശ്വസിക്കുന്നവർ അനവധിയുണ്ട് CPM-ൽ. പാർട്ടി നൽകിയതിലും എത്രയോ വലിയ യാത്രയയപ്പ് കോടിയേരി അർഹിച്ചിരുന്നു എന്നതും വസ്തുത. ന്യൂസ് 18 തിരുവനന്തപുരം. CPM സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്ത് മുഖ്യമന്ത്രി. തലശ്ശേരി മൂളിയിൽ നടയിലെ കോടിയേരിയുടെ വീട്ടിലാണ് പ്രതിമ ഒരുക്കിയിരിക്കുന്നത്. പ്രശസ്ത ശില്പി മനോജ് കുമാറാണ് പ്രതിമ
നിർവഹിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ, ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, സ്പീക്കർ AN ഷംസീർ, എഴുത്തുകാരനായ T പത്മനാഭൻ തുടങ്ങിയവർ പങ്കെടുത്തു. അനാച്ഛാദനത്തിന് ശേഷം CPM നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നുവന്ന കോടിയേരി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനമുള്ള നേതാവാണെന്ന് മുഖ്യമന്ത്രി. അസാമാന്യമായ നേതൃപാടവവും സംഘടനാശേഷിയും നയതന്ത്രജ്ഞതയും അദ്ദേഹത്തിന് പാർട്ടി പ്രവർത്തകരുടെ ഹൃദയങ്ങളിൽ ഉന്നതമായ ഇടം നേടിക്കൊടുത്തു. പ്രതിസന്ധികളിൽ പാർട്ടിയെ ഉലയാതെ കാക്കുന്ന ദിശാബോധം തെറ്റാതെ മുന്നോട്ട് കോടിയേരി നിലകൊണ്ടു. എതിരാളികളിൽ പോലും ആദരവുണ്ടാക്കിയ വ്യക്തിപരമായ ഔന്നത്യം കോടിയേരിയെ ജനകീയ നേതാവാക്കിയതായും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ചിലർ പാർട്ടിയെ വെല്ലുവിളിച്ചു നടക്കുമ്പോൾ കോടിയേരി ജീവിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്നതായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ വേദിയിലിരിക്കെയാണ് ജയരാജന്റെ പരാമർശം. കോടിയേരി ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന അനേകം സന്ദർഭങ്ങൾ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടിയെ വെല്ലുവിളിച്ച് ചിലർ നടക്കുന്നുണ്ടല്ലോ. അത്തരം വെല്ലുവിളികളെ ശരിയായി നേരിടാൻ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ കരുത്തോടെ രാഷ്ട്രീയമായും സംഘടനാപരമായും ഉണ്ടായ പാളിച്ചയെ ശരിയായ വിധത്തിൽ വിലയിരുത്താൻ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന നേതാവായിരുന്നു സഖാവ് കോടിയേരി. കോടിയേരി ബാലകൃഷ്ണന്റെ അസാന്നിധ്യം വലിയ നഷ്ടമാണ് CPM-ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പാർട്ടി പ്രതിരോധത്തിലാകുമ്പോൾ ശക്തി പകരാൻ മുന്നിലുണ്ടായിരുന്നു കോടിയേരി. CPM-ൽ ഇത് സമ്മേളനകാലം. വിവാദ ചുഴിയിൽ നിലതെറ്റി പാർട്ടിയും സർക്കാരും ആടിയുലയുന്നു. ഏതു പ്രതിസന്ധി കാലത്തുമെന്ന പോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓരോ പ്രവർത്തകനും പറയുന്നുണ്ടാകും, കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ. ഒരുപക്ഷെ മുൻപെന്നത്തെക്കാളും ഏറെ. പ്രത്യയശാസ്ത്രം പറയേണ്ടിടത്ത് പ്രത്യയശാസ്ത്രം, നിശിത വിമർശനം വേണ്ടിയിടത്ത് വിമർശനത്തിന്റെ കൂരമ്പ്, സമവായത്തിന്റെ സൗഹൃദത്തിന്റെ നിറചിരി, കുറുക്കിക്കൊള്ളുന്ന നർമ്മബോധം, എന്തും വഴങ്ങുമായിരുന്നു കോടിയേരിക്ക്. ബ്രാഞ്ച് അംഗം മുതൽ ആർക്കും സമീപിക്കാവുന്ന പാർട്ടി സെക്രട്ടറി, ഏവരെയും കേൾക്കാനുള്ള സൗമനസ്യം, സംസ്ഥാനത്തെവിടെയും താഴെത്തട്ടിലെ സഖാക്കളെ പോലും പേരെടുത്തു വിളിക്കാൻ തക്ക ഹൃദയബന്ധം, പ്രവർത്തന പരിചയം. ഉൾപാർട്ടി തർക്കങ്ങളിൽ മധ്യസ്ഥന്റെ റോളായിരുന്നു എന്നും കോടിയേരിക്ക്. ഉറച്ച നിലപാടുണ്ടാകും, പക്ഷവും. പക്ഷേ എതിർപക്ഷത്തെ പ്രധാനിക്ക് പോലും കോടിയേരിയോട് നീരസമുണ്ടാകില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ നയചാതുരി. പാർട്ടിക്കുള്ളിൽ മാത്രമല്ല, എതിർ പാർട്ടികളിലുള്ളവരുമായും ആഴമേറിയ സൗഹൃദം. മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാനുമുണ്ടായിരുന്നു അസാധാരണമായ മെയ്വഴക്കം. പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോഴൊക്കെ രക്ഷാദൌത്യവുമായി കോടിയേരി ഇറങ്ങും. വിമർശനങ്ങളിലും വിവാദങ്ങളിലും പൊറുതിമുട്ടിയ ഒന്നാം പിണറായി സർക്കാരിനെയും നെഞ്ചുകൊടുത്ത് താങ്ങി നിർത്തിയത് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ മർമ്മമറിഞ്ഞ കോടിയേരിയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും മൗനത്തിലായിരുന്നുവെങ്കിലും കോടിയേരി ഉണ്ടായിരുന്നു സർക്കാരിനു വേണ്ടി വീറോടെ വാദിക്കാൻ. പിണറായി സർക്കാരിന് ഇപ്പോൾ ഇല്ലാതെ പോകുന്നതും ആ പിന്തുണയാണ്. മകനെതിരെ ആരോപണമുയർന്നപ്പോൾ അവൻ തെറ്റു ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ എന്നായിരുന്നു കോടിയേരി പറഞ്ഞത്. എന്നിട്ടും അവസാനിക്കാത്ത വിവാദങ്ങൾ പാർട്ടിയെ വലം വച്ചതോടെ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറി നിന്ന കമ്മ്യൂണിസ്റ്റ് ബോധം. ഒരിക്കലും താൻ കാരണം പാർട്ടി പ്രതിസന്ധിയിലാകരുതെന്ന വാശിയുണ്ടായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്. എന്തുകൊണ്ട് കോടിയേരി CPM-ന് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടമായി മാറുന്നു എന്നതിന് ഉത്തരവും ഇതൊക്കെ തന്നെ. ഒരു വിപ്ലവകാരി ഒരിക്കൽ മരണപ്പെടുന്നതോടുകൂടി
അയാൾ മറക്കപ്പെടുന്നില്ല. അയാൾ കൂടുതൽ ഊർജമായി നമുക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. 1 മണിവരെ 44.8% പോളിംഗ് രേഖപ്പെടുത്തി. 40 മണ്ഡലങ്ങളിലായാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. രാകേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, സുഗമമായി പോളിംഗ് പുരോഗമിക്കുന്നു. അവസാന ഘട്ടമാണ്. മറ്റു വിവരങ്ങൾ. രഞ്ജിത്ത്, മെച്ചപ്പെട്ട പോളിംഗ്, ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 44.8% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 7 ജില്ലകളിലായുള്ള 40 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ വടക്കൻ കശ്മീരിലടക്കം ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബന്ദിപ്പോരിൽ 42.67, ബാരാമുള്ളയിൽ 36.6, കുപ്വാരയിൽ 42 എന്നിങ്ങനെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജമ്മു മേഖലയിലേക്ക് വരുമ്പോൾ 43% ജമ്മു ജില്ലയിൽ പോളിംഗ് 1 മണി വരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കട്ടുവയിൽ അത് 50% കടന്നിരിക്കുന്നു. സാംബയിൽ ഏതാണ്ട് 50%-അടുത്ത് 49.7 എന്നിങ്ങനെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെതിരെ സമാനമായൊരു പോളിംഗ് ഇത്തവണയും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ തവണ 65% 2014 പോളിംഗ്. പക്ഷേ അതിനുശേഷം ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ സാഹചര്യം മാറി. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി അടക്കം എടുത്തു കളഞ്ഞു. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കൂടുതൽ കക്ഷികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുകയും ചെയ്തത്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരുടെ സാന്നിധ്യം ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ടുകൾ പുലർത്തുമോ എന്നടക്കമുള്ള ആശങ്ക ആ പാർട്ടിക്കൊക്കെ തന്നെയുണ്ട്. ഏതായാലും ഇതുവരെ 44% പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ 60%-ലധികം പോളിംഗ് മൊത്തത്തിൽ രേഖപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. കാരണം ആദ്യ ഘട്ടത്തിൽ 61%, രണ്ടാം ഘട്ടത്തിൽ ഏതാണ്ട് 58% അടുത്ത് പോളിംഗ്. അപ്പോൾ ഈ 2 ഘട്ടങ്ങൾ വരുമ്പോൾ അത് 60% അടുത്ത് പോളിംഗ് ആയിരിക്കുന്നു. അപ്പോൾ മൂന്നാം ഘട്ടത്തിലും സമാനമായ രീതിയിൽ പോളിംഗ് ഉണ്ടായാൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേതുപോലെ 65% ഒപ്പം നിൽക്കുന്ന പോളിംഗോ അല്ലെങ്കിൽ 60% മുകളിലോ പോളിംഗ് ഉണ്ടാകാൻ തന്നെയാണ് നിലവിലെ സാധ്യത. രഞ്ജിത്ത്. രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു. നടൻ രജനീകാന്ത് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് 73-കാരനായ രജനീകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വയറുവേദനയെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. രജനീകാന്തിന്റെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് റിപ്പോർട്ട്. വാർത്ത പ്രചരിച്ചതിനെ തുടർന്ന് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനകളുമായി ആരാധകരും രംഗത്തെത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് രജനീകാന്തിന്റെ ഭാര്യ ലത ന്യൂസ് 18 പ്രതികരിച്ചു. ബോളിവുഡ് നടൻ ഗോവിന്ദയ്ക്ക് അബദ്ധത്തിൽ വെടിയേറ്റു. കൈവശമുണ്ടായിരുന്ന തോക്ക് നിലത്ത് വീണ് കാലിന് വെടിയേൽക്കുകയായിരുന്നു. മുംബൈയിലെ വസതിയിൽ നിന്ന് പുലർച്ചെ 4:45 കൊൽക്കത്തയിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു അപകടം. കാലിൽ നിന്ന് വെടിയുണ്ട നീക്കം ചെയ്തതായും ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ലെബനനിൽ ഇസ്രായേൽ കരയുദ്ധം തുടങ്ങി. ഇസ്രായേൽ കരസേന ലെബനൻ കേന്ദ്രങ്ങളിൽ ആക്രമണം കടുപ്പിക്കുകയാണ്. തിങ്കളാഴ്ച മാത്രം 95 പേർ കൊല്ലപ്പെട്ടു. ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളിയാണ് ഇസ്രായേലിന്റെ നടപടി. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടക്കുന്നുണ്ട്. ബെയ്റൂത്തിൽ ആക്രമണം തങ്ങളോട് ശത്രുതയുള്ള 3 ശക്തികളോടും ഒരേ സമയമാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. പലസ്തീനിൽ ഹമാസിനോടും യമനിൽ ഹൂതികളോടും സമാനമായ നടപടികൾ പുരോഗമിക്കുകയാണ്. ഹൂതികളുടെ പ്രധാന നേതാക്കളെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ ഹിസ്ബുള്ളയെ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന നിലപാടിലാണ്. കോഴിക്കോട്ട് ചികിത്സാ പിഴവ് കാരണം രോഗി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ വ്യാജ ഡോക്ടറെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കോട്ടക്കടവ് TMH ആശുപത്രിയിലെ ആർമോമായി ചികിത്സ നടത്തിയ വ്യാജ ഡോക്ടർ അബു എബ്രഹാം ലൂക്കാണ് അറസ്റ്റിലായത്. രോഗി ഡോക്ടറായ മകനും സുഹൃത്തുക്കളും നടത്തിയ അന്വേഷണത്തിലാണ് വ്യാജ ഡോക്ടറെ കുടുക്കിയത്. അതേസമയം സംഭവത്തിൽ വിശദീകരണവുമായി കോട്ടക്കടവ് TMH ആശുപത്രി രംഗത്തെത്തി. അബു എബ്രഹാം ലൂക്ക് ആശുപത്രിയിൽ നൽകിയത് മറ്റൊരു ഡോക്ടറുടെ രജിസ്ട്രേഷൻ നമ്പർ ആയിരുന്നുവെന്ന് ഡോക്ടർ മനോജ് ന്യൂസ് 18 പറഞ്ഞു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ നിരവധി ആശുപത്രികളിൽ ഇയാൾ ജോലി നോക്കിയിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ വിശദീകരിച്ചു. പാലക്കാട് ശബരി ആശ്രമത്തിലെ പരിപാടിക്കിടെ ഗവർണറുടെ ഷോളിന് തീപിടിച്ചു. ഗവർണർ പുഷ്പാർച്ചന നടത്തുന്നതിനിടെ കത്തിച്ചുവെച്ച വിളക്കിൽ നിന്ന് തീ പടരുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരും വേദിയിലുണ്ടായിരുന്നവരും ഉടൻ തീയണച്ചതിനാൽ അപകടം ഉണ്ടായില്ല. ഗാന്ധിജിയെ സ്മരിക്കാൻ ഇവിടെ അദ്ദേഹം താമസിച്ച
ചെറിയൊരു മുറിയുണ്ട്, അത് നമ്മൾ സ്മാരകമായിട്ട് വെക്കുന്നു. ഇവിടെ ഹോളുണ്ട്, കുട്ടികൾക്ക് പഠിക്കാൻ ഹോസ്റ്റൽ സർക്കാർ അത് പണിതിട്ടുണ്ട്. മറ്റെല്ലാം ഉണ്ടെങ്കിൽ അനുഭവിച്ചത് എന്തായാലും വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ മ്യൂസിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കും. നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തുടക്കമായി. കന്യാകുമാരി ശുചീന്ദ്രം സ്ഥാണുമാലയൻ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട 300 ദേവിയുടെ വിഗ്രഹവും വേളിമലയിൽ നിന്ന് കുമാരസ്വാമി വിഗ്രഹവും എത്തിച്ചേർന്ന ശേഷമാണ് സരസ്വതി ദേവിയുടെ എഴുന്നള്ളത്തിന് തുടക്കമായത്. തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഉടവാളും ഘോഷയാത്രയായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും. നെഹ്റു ട്രോഫി ജലമേളയുടെ വിധി നിർണ്ണയത്തിനെ സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നതിനിടയിൽ വിജയികളായി പ്രഖ്യാപിച്ച കാരിച്ചാൽ ചുണ്ടനെതിരെ കൂടുതൽ ആരോപണങ്ങൾ. തുഴച്ചിൽക്കാർ ഉപയോഗിച്ച തുഴകൾ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ളതല്ല എന്നാണ് പുതിയ ആരോപണം. പന കൊണ്ടുള്ള തുഴകൾക്ക് പകരം തടിയും ഇരുമ്പും ഉപയോഗിച്ചുള്ള തുഴകൾ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടലിൽ ഉപയോഗിച്ചുവെന്നാണ് ദൃശ്യങ്ങൾ സഹിതം ചൂണ്ടിക്കാട്ടി വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരിയുടെ ആരോപണം. പന കൊണ്ട് നിർമ്മിച്ച 2 തുഴകൾക്ക് ശേഷം തടിയും ഇരുമ്പും ഉപയോഗിച്ചുള്ള തുഴകൾ ഉപയോഗിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാനാകുമെന്നും അവർ പറയുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിലും ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ പിഴവ് സംഭവിച്ചതായി ഭാരവാഹികൾ പറയുന്നു. ഇതിനെതിരെയാണ് ഞങ്ങൾ മുകൾ തട്ടിലേക്ക് അതിന്റെ പരാതിയായിട്ട് പോകുന്നുണ്ട്. കളക്ടറെ കാണുന്നുണ്ട്. ആദ്യം കളക്ടറുമായിട്ട് സംസാരിച്ച് ഇതിനകത്തൊരു തീരുമാനമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് മുൻപോട്ട് പോവുകയാണ്. എത്രയും പെട്ടെന്ന് കളക്ടർ ചെയർമാനായിട്ടുള്ള ഒരു ഇവന്റാണ് നടന്നത്. എത്രയും പെട്ടെന്ന് അധികാരിയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും നീതിയുക്തമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ മടങ്ങുന്നത്. ഇതിന്റെ ഏതറ്റം വരെയും ഈ സംഘടനകളും ചുണ്ടൻവള്ള സമിതികളും ചേർന്നുകൊണ്ട് ഏതറ്റം വരെയും ഇതിനുവേണ്ടി ഈ നീതിക്ക് വേണ്ടി പോകും. തുല്യ പ്രാധാന്യമുള്ള ഒരു മത്സരം നടന്നിടത്ത് ഏകപക്ഷീയമായ വിജയം പ്രഖ്യാപിക്കപ്പെട്ടതിൽ ഞങ്ങളുടെ കൂട്ടായിട്ടുള്ള പ്രതിഷേധം ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഫൈനലിൽ വള്ളങ്ങളുടെ വേഗത നിർണ്ണയിച്ചതിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട വിയ്യപുരത്തിന്റെ തുഴച്ചിൽക്കാരെ പോലീസ് മർദ്ദിച്ചെന്നും പരാതിയുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് നെഹ്റു ഭവനിൽ പ്രതിഷേധിച്ച PBCയുടെ തുഴച്ചിൽക്കാരും ക്ലബ്ബ് ഭാരവാഹികളും ഉൾപ്പെടെ 100 പേർക്കെതിരെ നോർത്ത് പോലീസ് കേസെടുത്തിരുന്നു. അതേസമയം വിധി നിർണ്ണയത്തെ സംബന്ധിച്ച് അപ്പീൽ കമ്മിറ്റിയുടെ തീരുമാനം അറിഞ്ഞ ശേഷം മാത്രം ഹൈക്കോടതിയിൽ പോയാൽ മതിയെന്ന തീരുമാനത്തിലാണ് BBC. ന്യൂസ് 18 ആലപ്പുഴ. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് 7020, പവൻ 56,160. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5835, പവന് 46,680. വെള്ളി ഗ്രാമിന് 98, കിലോയ്ക്ക് 98. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.